എല്ലാരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെയാണോ? ഇവര് സ്വന്തമായിട്ട് വീടൊന്നുമില്ല, ഇടയ്ക്ക് വീട്ടിലോട്ട് അതെ, നീ ഇവിടെ കറങ്ങിക്കാണ്ട് പിങ്കിമോളടുത്ത് പോയി പറ ഒരുങ്ങാൻ. ചെറുക്കൻ കൂട്ടർ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റിയാലേ. വില അറിയാതെ എങ്ങനെ മേടിക്കുന്നത്? സംസാരിക്കാനല്ലേ വന്നത്. ഏയ്, കാണാൻ വന്നല്ലേ? അതെ, ഇത് തന്നെ വീട് വായോ. എന്റെ പിങ്കിമോളെ തന്നെ ഇഷ്ടപ്പെടാൻ എന്നാ കാര്യം? അത് ഫോട്ടോ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടെ. നമ്മളും ഈ ടൈപ്പ് നോക്കിയാ നടന്നത്. അല്ല, ഈ ഒരു ലുക്ക് ഉള്ളത് നല്ല ക്യൂട്ടല്ലേ? ക്യൂട്ടാണല്ലോ, കാണാൻ എന്നെ പോലല്ലേ. അതാ രണ്ടുപേരുടെ മോന്തയ്ക്ക് ഒരേ ചായ. ചായ കുടിക്കും. അതെ, പട്ടിയെ പറ്റി എന്തെങ്കിലും ചോദിച്ചു. പിങ്കിയുടെ 1-2 ഒക്കെ സമയത്തിന് പോണില്ലേ? അല്ല, സമയത്തിന് ശീലിപ്പിച്ചത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നേ. അല്ല, അതൊക്കെ അവരുടെ സൗകര്യമല്ലേ. അത് കുഴപ്പമില്ല, ഞങ്ങൾ ട്രെയിൻ ചെയ്യിച്ചോളാം. മാമ, എന്തോ ഒരു പൊരുത്തക്കേടില്ലേ? പൊരുത്തപ്പെടാനല്ലേ അവര് വന്നിരിക്കുന്നത്. മാറില്ല, വീട് 2 നിലയല്ലേ, പിന്നെ ടെറസ് ഉൾപ്പെടെ ഉണ്ട്. അതാവുമ്പോ ഓടിച്ചാടി കളിക്കാമല്ലോ. പിങ്കി എങ്ങനെ അനുസരണമൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ? ഇടയ്ക്ക് എന്തിരി വാശി കാണിക്കുള്ളൂ. അത് കുഴപ്പമില്ല, അടിച്ച് മേച്ചങ്ങ് മേടിക്കോളാം. അതെ, പുള്ളിക്കാരെ ശുദ്ധഹാസ്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. അയ്യോ, അത് അതുകൊണ്ടല്ല കേട്ടോ. ഞാൻ എന്ത് വാങ്ങിച്ചാലും അത് അവനോടുള്ള. അതങ്ങനെ ശരിയാവും. അല്ല, വാങ്ങുന്നവനാണേലും കൊണ്ടു നടക്കുന്ന ഞാനാണ്. കൊറേ നേരം അവന്റെ ഒക്കെ വേണ്ട ഞാൻ പറിച്ചില് മോളെടുത്ത് ഇറങ്ങണ്ടെന്ന്. ഓ, കാണാൻ വന്നിട്ടുണ്ടെ ഞങ്ങള് കണ്ടിട്ടേ പോത്തോളൂ. അതെ, നിന്നെ പോലുള്ളവന്മാർ കാണിച്ചു തരത്തില്ലടാ. എടാ, ഇവന് കണ്ണുണ്ടാ അതിനെ? എടാ, ഇവന് വേണോടാ അതിനെ, അതാ തരാത്ത. എടാ, നീ എങ്ങനെ ഇവിടെ കൊണ്ടിരുന്ന? ഞാൻ അവിടെ നിർത്താലേ പറഞ്ഞ. അച്ഛൻ കാണുന്ന വീട്ടില് അവിടെ പിടിച്ചതാ, ഇവിടെ നിന്നത്. കാണുന്നതിന് മുന്നേ എടുത്തിട്ട് പോടാ. ഹായ് അച്ഛാ. അച്ഛൻ കണ്ടോളാൻ പോളെ. ഏതാടാ നീ? അത് പിന്നെ മാമാ അല്ല അങ്കിളെ. അങ്കിളോ? എന്റെ ഫ്രണ്ട് ആയിരുന്നു. ഏത് ഫ്രണ്ട്? അത് പിന്നെ ഫ്രണ്ടിൽ കൂടെ പോയപ്പം ബാക്കിൽ പിടിച്ച് കയറ്റി. ഇപ്പൊ ഇവിടെ കൊണ്ടിറക്കി. ഫ്രണ്ടിൽ പോന്നതിനെ പിടിച്ച് നീ ബാക്കി കയറ്റൂടാ. കാണാൻ കൊള്ളാവുന്നതാണ്. കാണാൻ കൊള്ളാവുന്ന ആന പോലെ നീ പിടിച്ച് ബാക്കി കയറ്റുവോ? ഇല്ല മാമ, കറുത്താനാണ് കേട്ടത്തില്ല, വെള്ളാനയാണോ നോക്കാം. എന്റെ അമ്മൂമ്മയുടെ ഒരു സത്യഭാമ. കുറച്ച് ദിവസമായി എന്റെ അടുത്ത് ചുറ്റിക്കളി. എന്താ പ്രശ്നം? വേദാ മോനെ നമ്മുടെ കുക്കോട്ട് ചുറ്റിക്കളി. നീ എന്തോ ചോദിക്കും. എവിടെടാ എന്റെ സ്ഥലം? ആലപ്പുഴ. നീ കഞ്ചാവല്ലടാ? അല്ല, LD അയിന് അയിനെന്നാ അത് എന്റെ കാല് പിടിച്ച് മാപ്പ് പോയിരാ മോളെ. മരുമേല് കുടിക്കാൻ തന്നെ എടുക്ക്. ആ മോനെ ഈ കഴിഞ്ഞ ഇന്റർവ്യൂല് പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. പ്രണവ്, ധ്യാൻ, നിവിൻ, ഈ കണ്ടു. ഈ 3 പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചതിനാണ്. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞെളിഞ്ഞു കയറി ഇരിക്കുകയാണ്. പാലനം വേണ്ട, അഗുണവധികാരം വേണ്ട, ഉപദേശങ്ങൾ പണ്ടേ സ്വീകരിക്കില്ല, ശരമയ്യേണ്ട. ഇഷ്ടായതൊക്കെ നഷ്ടായി, ബെസ്റ്റായതൊക്കെ ലോസ്റ്റായി. തന്റെ ആധാരം നോക്കുമ്പോ കാണുന്ന ചെറിയൊരു വിഷയം കാണുന്നുണ്ടല്ലോ. ഇവിടെ തന്റെ മുത്തച്ഛന്റെ ജീവാംശം കിടപ്പുണ്ടല്ലോ. 10 വർഷം മുമ്പ് മരിച്ചുപോയ മുത്തച്ഛൻ ഇതിനകത്ത് ജീവാംശമായിട്ട് കിടപ്പുണ്ട്. അല്ല, പുള്ളിനകത്ത് ആർക്കോ എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ജീവാംശം കിടപ്പുണ്ട്. നീ പിന്നെ മുത്തച്ഛൻ പറയാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഒരു പണി ചെയ്യാം. ജോജു ജോർജിനെ വെച്ചൊന്ന് നോക്കി. ജോജു ജോർജിന്റെ കസിനാണോ താങ്കൾ? കസിനാ? ഇല്ല, നീ ആത്മാക്കളെ വിളിച്ചു വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എടോ, അത് ജോജു ജോർജ് അല്ല, ഹോജോ ബോർഡ്. ഇവ 1000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് താമസിക്കുന്നത്. 7000 സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് അച്ഛൻ സ്വത്ത് പാർട്ടീഷൻ കഴിഞ്ഞാൽ എനിക്ക് തരാന്ന് പറഞ്ഞു. ഇവൻ എഴുതി വാങ്ങി. 1000 സ്ക്വയർ ഫീറ്റ്, 1000 സ്ക്വയർ ഫീറ്റ്, അതിൽ 200 സ്ക്വയർ ഫീറ്റ് ടോയ്ലറ്റാ. 200 സ്ക്വയർ ഫീറ്റിലാണ് കിടക്കുന്നത്.
ഇനി ആന്റി ക്ലോക്ക് വൈസ് പറഞ്ഞു എന്തിനി എടാ ഈ കൺട്രാക്ടിന് ഇത് എവിടെ കിടക്കുന്നു? ഞായറാഴ്ചയാണോ പണിക്ക് വിളിക്കുന്നത്? അത് ബുധനും വ്യാഴം പണിക്ക് വരണമായിരുന്നു. എടാ അത് വർക്കിംഗ് ഡേ, നമുക്ക് മുടങ്ങാം. ഇത് സൺഡേ ഹോളിഡേ. ഈ കൺട്രാക്ടിന്റെ ഭരണം വെച്ചിട്ട് കൂടി വരുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ അങ്ങനെ ആറാന്ന് പറഞ്ഞ് കളിക്കുവോ? നീ എന്തോ മുന്നേറി നിളക്കുന്ന ആയെങ്കിൽ ഒരു ഗ്ലാസ് കിട്ടാ പെയിന്റ് എനിക്ക് തന്നവന്മാരാ, അത് ഒരു തുള്ളി പെയിന്റ് ഇല്ല. അയ്യോ കഷ്ടപ്പെടണ്ട, കണ്ടിട്ട് എനിക്ക് തന്നെ കോരിത്തരിക്കുന്നു. സുഖണ എന്ത് ഇതിന്റെ ഇടയിലൊക്കെ പൊടി പോകുന്നില്ല ആണോടാ? നിനക്ക് ഞാൻ എത്ര തച്ച് കാശ് തരുന്ന സുഗുണ? 800 കൂട് നീ എന്നോട് കാണിക്കുന്നുണ്ടോ? നിന്റെയൊക്കെ കാണിപ്പാറിന് പണിയാൻ പോയ 3 വീടാ ഇപ്പൊ എന്റെ പേരില്. ഇതും സൂപ്പർ വീടാ. ഞാൻ വരുമ്പോഴത്തേക്ക് ഇതിന്റെ മേല് മൊത്തം വൈറ്റ് വാഷ് അടിച്ച് വെച്ചോണം. ചേട്ടാ പണി നാളെ കഴിയും, മറ്റന്നാ 2 പാലിട്ട് പോരെ നമുക്ക്. എന്റെ ദൈവമേ, സന്തോഷേ ആ ചെറുക്കന് പണിയറിഞ്ഞൂടാ. ഇങ്ങനത്തെ പറഞ്ഞാണ് പണിയറിയാത്തമാരെ പണിക്ക് വെക്കരുത്. നിങ്ങൾ എന്താന്ന് വെച്ചാ പോയി ചെയ്ത് വീശിയറി സുഗുണ. ഇതാ ആശാൻ പറഞ്ഞ നിനക്ക് പണി അറിഞ്ഞൂടുന്നു. തെറിപ്പിക്കാറായി ബക്കറ്റ് നോക്കി അറിഞ്ഞാലേ മണ്ടത്തരം പറയാറാ. मेरे को मजनू बना कर कहाँ चलती प्यार की तू बजा कर मेरे को मजनू बना